കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. प्यार दीवाना होता है, मस्ताना होता है, हर खुशी से हर गम से बेगाना होता है. ചില കൂട്ടായ്മകൾ അങ്ങനെയാണ്. കലാജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ അവർ യാദൃശ്ചികമായി ഒത്തുചേരുന്നു. പിന്നീട് അങ്ങോട്ട് അതിജീവനത്തിന്റെ നാളുകളിൽ അവർ പരസ്പരം താങ്ങായും പൂരകങ്ങളായും വിജയകഥയുടെ ഭാഗമായി തീരുന്നു, തുടരുന്നു. हर खुशी से हर गम से बेगाना होता है. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ വിജയഗാഥ രചിച്ച ഇത്തരം അന്യോന്യങ്ങൾ എത്ര വേണമെങ്കിലുമുണ്ട്. യശശരീരനായ ഹിന്ദി ചലച്ചിത്ര നടൻ രാജേഷ് ഖന്നയുടെ കലാജീവിതം നക്ഷത്രത്തിളക്കം ആർജിക്കുന്നതിന് പിന്നിൽ സർഗാത്മകമായ ഇത്തരത്തിലൊരു കൂട്ടായ്മയുടെ പശ്ചാത്തലം കൂടിയുണ്ട്. ही जाता है जिस पे दिल आना होता है, हर खुशी से हर गम से बेगाना होता है. രാജേഷ് ഖന്നയുടെ താരപദവി ഒരർത്ഥത്തിൽ രാജേഷ് ഖന്ന ചിത്രങ്ങളിൽ നിന്നുള്ള ജനപ്രിയ ഗാനങ്ങളുടെ കൂടി സംഭാവനയല്ലേ? ആയിരത്തി 1966 ആഖ്രി ഖത്ത് എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര പ്രവേശനമെങ്കിലും 67 ഇങ്ങനെയൊരു നടൻ സിനിമാ രംഗത്തെത്തിയ വിവരം രാസ് എന്ന ചിത്രത്തിലൂടെ ജനങ്ങൾ അറിയുന്നത്. എന്നാൽ ജനഹൃദയങ്ങളെ കീഴടക്കാനുള്ള രാജേഷ് ഖന്നയുടെ യഥാർത്ഥ വരവ് 1969 തുറന്ന ജീപ്പിൽ മൗത്തോർഗൻ പശ്ചാത്തല സംഗീതത്തിനനുസൃതമായി ഒരു പാട്ടും പാടിയാണ് വരവ്. സമാന്തരമായി ഓടിക്കൊണ്ടിരിക്കുന്ന തീവണ്ടിയിലിരുന്ന് പുസ്തകം വായിക്കുന്ന ഷർമിള ടാഗോറിനെ നോക്കി കണ്ണിറുക്കിയും തല വശങ്ങളിലേക്ക് വെട്ടിച്ചുമുള്ള ആ വരവ് ചിത്രത്തിൽ ഷർമിള ടാഗോർ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ മാത്രമല്ല, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ സിനിമാ പ്രേക്ഷകരെ മൊത്തം കീഴ്പ്പെടുത്തിക്കളഞ്ഞു. ചിത്രം ആരാധന. मेरे सपनों की रानी कब आएगी तू, आई रुत मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया तू चलिया. मेरे सपनों की रानी कब आएगी तू, आई रुत मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया आ तू चलिया. ആരാധന എന്ന ചിത്രത്തിന്റെ സംഗീത സംവിധായകനായി SD ബർമന്റെ പേരാണ് ക്രെഡിറ്റ് ടൈറ്റിലുകളിൽ രേഖപ്പെടുത്തി കാണുന്നത്. പക്ഷേ ചിത്രത്തിലെ ചില പാട്ടുകളിലെങ്കിലും വേറൊരു പ്രതിഭയുടെ ശൈലീവിശേഷം യഥാർത്ഥ സംഗീതാസ്വാദകർ വേർതിരിച്ചു കേട്ടു. അസുഖബാധിതനായ SD ബർമൻ മകൻ ഏൽപ്പിച്ചു കൊടുത്ത ചില ഗാനങ്ങൾ ഇന്ത്യൻ സിനിമയുടെ വരുംകാല ഋതുഭേദങ്ങളെ നിർണയിക്കാൻ പോന്നവയായിരുന്നു. RD ബർമൻ, കിഷോർ കുമാർ, രാജേഷ് ഖന്ന എന്ന പുതിയ കൂട്ടുകെട്ട്. വേണമെങ്കിൽ ഗാനരചയിതാവ് ആനന്ദ് ബക്ഷിയെയും ഈ കൂട്ടുകെട്ടിൽ ഉൾപ്പെടുത്താം. കിഷോർ കുമാർ എന്ന ഗായകൻ ഒളിമങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് RD ബർമൻ കിഷോറിനെ കൂടെ കൂട്ടുന്നത്. പിന്നീടങ്ങോട്ട് കിഷോർ കുമാർ രാജേഷ് ഖന്ന എന്ന താരത്തിന്റെ ഗായക ശബ്ദമായി മാറുകയായിരുന്നു. രാജേഷ് ഖന്ന തന്നെ ഒരിക്കൽ വിശേഷിപ്പിച്ചതുപോലെ രണ്ടാത്മാക്കൾ ഒരൊറ്റ ശരീരത്തിൽ കയറി പാടുന്നത് പോലുള്ള അനുഭവം. കിഷോർ കുമാറിനെ അനുസ്മരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നത് രാജേഷ് ഖന്ന. जब मैंने आराधना का पहला गाना सुना तो ऐसे लगा
जैसे राजेश खन्ना खुद गा रहे हैं, ऐसे लगा जैसे वो सामने खड़े हैं और वो गा रहे हैं और मैं उनको कॉपी कर रहा हूँ, या दो जान एक जिस्म हो गए, या दो जिस्म एक जान हो गए। क्या है भरोसा आशिक दिल का और किसी पे ये आ जाए, क्या है भरोसा आशिक दिल का और किसी पे ये आ जाए, आ गया तो बहुत पछताएगी तू, मेरे सपनों की रानी कब आएगी तू, आए रुक मस्तानी Rajesh Khanna had said, कब आएगी तू। "Do Jism Ek Jaan." He had also gone on to said that his two closest friends were R.D. Burman and Kishore Kumar. ഉത്തരേന്ത്യയിലെ പ്രമുഖ ചലച്ചിത്ര ചരിത്രകാരൻ ബാലാജി വിറ്റലിന്റെ നിരീക്ഷണങ്ങൾ. Well, Rajesh Khanna was a quintessential romantic hero. He drove his lady fans absolutely mad with his charm and persona, and he was a combination of romance and melody combined. He had that magnetic personality about him. His on-screen ഹാർപ്പർ കോളിൻസ് എന്ന പ്രശസ്ത പ്രസാധകർ 2011 പ്രസിദ്ധീകരിച്ച R.D. ബർമൻ ദ മാൻ ദ മ്യൂസിക് എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ബാലാജി വിറ്റൽ. he was as fragile and as fatal as any of us out here. He was not a distant cine star in the horizon. He was just as fragile like any one of us, and that made the fans, especially the lady fans, wanting to reach out to him and offer him alternatives. പ്രണയത്തിന്റെയും സംഗീതത്തിന്റെയും സമ്മോഹന സങ്കലനമായിരുന്നു രാജേഷ് ഖന്ന. ചക്രവാളത്തിലെ വിദൂര താരകമായിരുന്നില്ല. നമ്മെപ്പോലെ തകർച്ചകൾ അഭിമുഖീകരിക്കുന്ന സാധാരണ മനുഷ്യനായിരുന്നു സ്ക്രീനിൽ അദ്ദേഹം. അതുകൊണ്ടാകാം രാജേഷ് ഖന്നയുടെ ആരാധക വൃന്ദം ഇത്രയും വിപുലമായത്. कुछ रीत जगत की ऐसी है, हर एक सुबह की शाम हुई, तू कौन है तेरा नाम है क्या, सीता भी यहाँ बदनाम हुई, फिर क्यों संसार की बातों से भीग गए तेरे नैना, कुछ तो लोग कहेंगे, लोगों का काम है कहना, छोड़ो बेकार की बातों में कहीं बीत न जाए रहना, कुछ तो लोग कहेंगे. എന്തു വില കൊടുത്തും പ്രേമത്തിൽ വിജയം വരിക്കുന്ന വീരപുരുഷരായിരുന്നില്ല അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ. കാമുകിമാരെ നഷ്ടപ്പെടുന്ന ഹതാശ കാമുകരാണ് പല കഥാപാത്രങ്ങളും. കട്ടി പതങ്കിലെയും മേരെ ജീവൻ സാഥിയിലെയും അമർ പ്രേമിലെയും നായക കഥാപാത്രങ്ങൾ ഈ ജനസിൽപ്പെടുന്നവരാണ്. ബാലാജി വിറ്റൽ തുടരുന്നു. He was not playing the typical winner in love. He was playing the loser. He would lose his lady love. If you look at Mere Jeevan Sathi, his blind eyes would seek out the heroine. In Kati Patang, he got stood up by the bride-to-be on the night of his marriage. And if you look at even Amar Prem, he pines for her all his life. He grows old, but he does not get her. So these were things which left a sense of yearning, a sense of unwanted, sort of an unfulfilled desire. That made people reach out to him even more. And then melody, and then the script. All these elements combined to form a sort of a Rajesh mania, and there was no word for it in the dictionary. So the word superstar had to be coined just for him. छोड़ो बेकार की बातों में कहीं बीत न जाए रहना, कुछ तो लोग कहेंगे. ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ സൂപ്പർ താരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജേഷ് ഖന്നയുടെ പ്രതാപകാലത്തിന് 5-6 കൊല്ലത്തിന്റെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും രാജേഷ് ഖന്ന ചിത്രങ്ങളിൽ നിന്നുള്ള ഗാനങ്ങൾക്ക് തലമുറകളെ അതിജീവിക്കാനുള്ള സൗന്ദര്യ തികവും
ആയുർബലവും ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അമിതാഭ് ബച്ചനാണ് എൻ്റെ ഒരു കുട്ടിക്കാലത്തെ ഒരു ഹീറോ എന്ന് പറയുന്നത്. പക്ഷേ പിന്നീട് നമ്മൾ വായിച്ചും കണ്ടും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ രാജേഷ് ഖന്ന പിടിച്ചെടുത്ത ഒരു താരസാമ്രാജ്യം, അത് നമ്മൾ വ്യാപകമായിട്ട് സിനിമ കാണുമ്പോഴേക്കും അത് ശിഥിലമായി കഴിഞ്ഞ ഒരു സാമ്രാജ്യമാണത്. എന്നാലും ആ താരചക്രവർത്തിയുടെ ഒരു പ്രതാപകഥകൾ അത് നമ്മൾ പിന്നെ വായിച്ചും കണ്ടും സിനിമയിൽ പിന്നെ ഇപ്പോൾ ഈ ആ ഒരു കാലഘട്ടത്തിലെ സിനിമകൾ പിന്നെ നമ്മൾ കാണുമ്പോഴൊക്കെ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കമൽറാം സജീവിൻ്റെ നിരീക്ഷണങ്ങളും ഇഷ്ടഗാനങ്ങളും. ഈ രാജേഷ് ഖന്നയെ മുൻനിർത്തി ഇന്ത്യയിൽ ഉടലെടുത്തിയ ഒരു താരാരാധനയുടെ കഥകൾ അതും ഒട്ടേറെ എന്താ പറയുക പൊലിപ്പിച്ച് നമ്മൾ കേട്ടറിഞ്ഞിട്ടുമുണ്ട്. എന്നാൽ രാജേഷ് ഖന്നയുടെ ആ ഒരു പ്രതാപകാലത്തെ ഓർമ്മിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലെ ഗാനങ്ങൾ തന്നെയാണ്. അതും രാജേഷ് ഖന്നയ്ക്ക് വേണ്ടി കിഷോർ കുമാർ പാടിയ ഗാനങ്ങൾ, ആർ.ഡി. ബർമൻ ഈണമിട്ട ഗാനങ്ങൾ. ഈ ത്രയത്തിൻ്റെ കൂടെ ആനന്ദ് ബക്ഷി എന്ന പാട്ടെഴുത്തുകാരൻ കൂടി ചേരുമ്പോൾ ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഒരു കൂട്ടുകെട്ടായിട്ട് അത് മാറുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം രാജേഷ് ഖന്ന ദൃശ്യത്തിൽ വരുന്ന എനിക്കിഷ്ടപ്പെട്ട ഗാനങ്ങൾ എന്ന് പറയുന്നത് പലതും വളരെ പോപ്പുലറായ ഗാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു ഒരു ജനപ്രിയത കൂടുതലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. रूप तेरा मस्ताना प्यार मेरा दीवाना रूप तेरा मस्ताना प्यार मेरा दीवाना भूल कोई हमसे ना हो जाए रूप तेरा मस्ताना प्यार मेरा दीवाना भूल कोई हमसे ना हो जाए. 70കളുടെ തുടക്കത്തിലോ 60കളുടെ അവസാനമോ 69-ലാണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് പറഞ്ഞാൽ എനിക്കത് കൃത്യമായിട്ട് ഓർമ്മിക്കാൻ പറ്റുന്നില്ല. സംഗീത സംവിധായകനായിട്ട് എസ് ഡി ബർമൻ ആരാധന എന്ന സിനിമയുടെ സംഗീത സംവിധായകനായിട്ട് വരുന്നുണ്ട്. പക്ഷെ അത് ശരിക്കും അതിനകത്ത് സംഗീതം നിർവഹിക്കുന്നത് ആർ.ഡി. ബർമൻ ആണെന്ന് ഇപ്പം നമുക്കറിയാം. ആ ഗാനങ്ങളുടെ ശൈലി തന്നെ അത് ഏതാണ്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഓർക്കസ്ട്രേഷനിലും അത് ചിട്ടപ്പെടുത്തിയതിലും അത് കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ആരാധനയിലെ ആ ഒരു ഗാനം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കിഷോർ കുമാറിൻ്റെ കരിയറിൽ ഒരു ടേണിംഗ് പോയിൻ്റായ ഈ ഗാനമായിരിക്കും സെലക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. रात नशीली मस्त समा है आज नशे में सारा जहां है रात नशीली मस्त समा है आज नशे में सारा जहां है आए शराबी मौसम बहकाए रूप तेरा मस्ताना प्यार मेरा दीवाना भूल कोई हमसे ना हो जाए. കട്ടി പതങ്കിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലതാജി പാടിയ നാ കോയി ഉമംഗ് ഹേ എന്ന പാട്ടാണ് നമുക്ക് പറയാൻ പറ്റുക. പക്ഷേ മനസ്സിലേക്ക് രാജേഷ് ഖന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പൊതു മാനർസങ്ങളോടെ കൊണ്ടുവരുന്ന ഗാനം ഈ പാട്ടാണ്. കമൽറാം സജീവ് അത് രാജേഷ് ഖന്ന, കിഷോർ കുമാർ, ആർ.ഡി. ബർമൻ, ആനന്ദ് ബക്ഷി ടീമിനെ സെറ്റ് ചെയ്യുന്ന ഒരു പടം കൂടിയാണ് കട്ടി പതംഗ്. ബാലാജി വിറ്റൽ. Then of course the Highland grassy Highland song which is Ye Sham Mastani. It starts with Manohari Singh's whistling. And then you have in fact it was based on the Bengali composition of R.D. Burman, which is Akash Kanodake, which was remodeled as Ye Sham Mastani. So that was arguably the first big hit of the Troika, because this came just after your Aradhana. കട്ടി പതങ്കിലെ ഈ ഗാനം മനോഹരി സിംഗിന്റെ വിസിലിങ്ങോടെയാണ് ആരംഭിക്കുന്നത്. ആർ.ഡി. ബർമന്റെ തന്നെ ഒരു ബംഗാളി ഗാനം പുതുക്കി ചിട്ടപ്പെടുത്തിയതാണ് ഈ ഗാനം. രാജേഷ്, രാഹുൽ, കിഷോർ ത്രയത്തിന്റെ വരാനിരിക്കുന്ന നാളുകളുടെ വരവറിയിച്ച ഗാനം. मस्तानी मदहोश किए जा मुझे डोर कोई खींचे तेरी
ओर लिए जाए, ये शाम मस्तानी मदहोश किए जाए, मुझे डोर कोई खींचे तेरी ओर लिए जाए. And then comes Ye Jo Mohabbat Hai. See, typically if you look at the old films, when a person has been ditched in love, right, what happens? He grows a beard, right? He wears a kurta pajama and then, he's sitting and singing like a Devdas. ചലച്ചിത്ര നിരൂപകൻ ബാലാജി വിട്ടൽ. This was different because this conveyed a very important part of growing up. That is of getting ditched in love for the first time. When a man gets ditched in love for the first time in his youth, what happens? Right? It's a big learning in growing up. That's what this song was about. He's not sitting and sort of, shedding tears or sitting and growing beard. He's not doing all that. He's wearing a cool evening jacket. He knows the life is still ahead of him, But he's learned a big lesson in life. കാമുകിയാൽ വഞ്ചിതനായ കാമുക കഥാപാത്രം എല്ലായ്പ്പോഴും കണ്ണീരൊലിപ്പിച്ച് തന്നെ പാടണമെന്നില്ല. ജീവിതത്തിലെ പഠനാർഹമായ ഒരു അനുഭവം എന്ന നിലയിൽ മാത്രം പ്രണയപരാജയത്തെ ഉൾക്കൊള്ളുന്ന പ്രസാദപൂർണമായ ഒരു വിഷാദഗാനം. സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി ചിരിച്ചു നടക്കുന്ന ഒരു ടിപ്പിക്കൽ രാജേഷ് ഖന്ന കഥാപാത്രം. One woman has ditched him. He has learnt a big lesson. Life will go on. Life is not the end. He's still there in the bar. He's there in the club. He's hanging out. He's wearing a jacket. He's swaying from desk to desk, coming from table to table. So he's enjoying his life. But what he's telling, look, I've learnt a big lesson in my life today. So it's a very different kind of a tragic song. ചിത്രം കട്ടി പതംഗ്. टूटे अगर सागर नया सागर कोई ले ले, मेरे खुदा दिल से कोई किसी के ना खेले. दिल टूट जाए तो क्या हो अंजाम, ये जो मोहब्बत है ये उनका है काम. महबूब का जो बस लेते हुए नाम, मर जाए मिट जाए हो जाए बदनाम. रहने दो छोड़ो भी जाने दो यार, हम ना करेंगे प्यार. रहने दो छोड़ो भी जाने दो यार, हम ना करेंगे प्यार. ഇനി ഏതാനും സ്ഥിതിവിവര കണക്കുകളാണ്. ये जलते हैं फूल खिलते हैं. കിഷോർ കുമാർ, ആർ ഡി ബർമൻ, രാജേഷ് ഖന്ന കൂട്ടുകെട്ടിന്റെ പ്രാധാന്യവും പ്രസക്തിയും ഊട്ടിയുറപ്പിക്കുന്ന ഏതാനും കണക്കുകൾ. मुश्किल से मगर दुनिया में दोस्त मिलते हैं, दिए जलते हैं. രാജേഷ് ഖന്ന അഭിനയിച്ച 180ഓളം സിനിമകളിൽ 106 ചിത്രങ്ങളിലും നായിക കഥാപാത്രത്തിനാണ് അദ്ദേഹം വേഷം പകർന്നത്. ഇതിൽ 90 ചിത്രങ്ങളിലും കിഷോർ കുമാറായിരുന്നു രാജേഷ് ഖന്നയുടെ ഗായക ശബ്ദം. 40 രാജേഷ് ഖന്ന ചിത്രങ്ങൾക്കാണ് ആർ ഡി ബർമൻ സംഗീതം പകർന്നത്. കണക്കുകൾക്കൊക്കെ അപ്പുറത്താണ് ഈ കൂട്ടുകെട്ടിന്റെ ചരിത്രപരവും സൗന്ദര്യപരവുമായ മൂല്യം. ഈ 3 പേരും ഒരേ സമയം കരിയറിന്റെ അത്യുന്നത നിലകളിലേക്ക് കുതിച്ചുയരുകയായിരുന്നു. ഈ കൂട്ടുകെട്ടിന്റെ അടുത്ത ചിത്രവും ഒരു ശക്തി ഫിലിംസ് ചിത്രമായിരുന്നു, അമർ പ്രേം. ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായിരുന്ന രാജേഷ് ഖന്നയുടെ ആരാധനാമൂർത്തി ഗുരുദത്താണെന്ന് പറഞ്ഞു കേട്ട് പിന്നെ ഒരുപാട് നമുക്ക് വായിച്ചും മനസ്സിലാക്കാൻ പറ്റും. കമൽ റാം സജീവ്. ഗുരുദത്ത് മുഖ്യ കഥാപാത്രമായിട്ട് വരുന്ന സിനിമകളിൽ അദ്ദേഹം അവതരിപ്പിച്ച വിഷാദ കാമുകൻ്റെ പ്രണയഭംഗം അനുഭവിക്കുന്ന തരളിത മനസ്സിൻ്റെ ആവിഷ്കാരങ്ങൾ രാജേഷ് ഖന്നയെ മറ്റൊരു രീതിയിൽ പിന്നീട് ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ 70കളുടെ തുടക്കത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു അമർ പ്രേം ഉണ്ടാവുന്നത്. അമർ പ്രേമിലെ ദുഃഖഭരിതമായ ഗാനം, അതും ഈ ചിത്രവും നേരത്തെ പറഞ്ഞ നാൽവർ സംഘത്തിൻ്റെ കൂട്ടായ്മയാണ്. ചലച്ചിത്ര നിരൂപകൻ
ബാലാജി വിട്ടൽ. The song starts with a very peculiar strumming of the guitar. Actually, that particular piece was picked up by R.D. Burman when Bhanu Gupta, who was guitarist, at pack-up time, he was just strumming the guitar and it was an accidental chord, accidentally played a chord which sounded a bit off tune. So people said this is sounding off tune, but R.D. Burman said, this is what I want, I need this. So the song starts with that. And then you have, so the song, this Chingari Koi Bhadke, it denotes a sense of loss. Okay, if you look at the way the tune is laid out, the flute interludes, the way the song progresses, okay, it denotes a sense of longing and loss. So that's why it makes a song one of the best romantic tragic songs ever. അമർ പ്രേമിലെ ഈ ഗാനം പ്രണയനഷ്ടത്തിന്റെയും വിരഹത്തിന്റെയും ഗാനമാണ്. ഭാനുഗുപ്തോ എന്ന ഗിറ്റാറിസ്റ്റ് റെക്കോർഡിംഗ് കഴിഞ്ഞുള്ള വിശ്രമവേളയിൽ അലസമായി വായിച്ച സംഗീതാത്മകമല്ലാത്ത ഒരു ഗിറ്റാർ ബിറ്റ് ഗാനത്തിന്റെ സിഗ്നേച്ചർ ട്യൂണാക്കി സ്വീകരിക്കുകയായിരുന്നു R.D. ബർമൻ. चिंगारी कोई भड़के चिंगारी कोई भड़के तो सावन उसे बुझाए, सावन जो अगन लगाए उसे कौन बुझाए, हो उसे कौन बुझाए। पतझर जो बाग उजाड़े वो बाग बहार खिलाए, जो बाग बहार में उजड़े उसे कौन खिलाए, ओ उसे कौन खिलाए। 69 മുതൽ 71 വരെയുള്ള കാലയളവിൽ തുടർച്ചയായി 15 സൂപ്പർ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ചുകൊണ്ട് നായകനെന്ന നിലയിൽ രാജേഷ് ഖന്ന തീർത്ത റെക്കോർഡ് ഇതുവരെ ആരും തകർത്തിട്ടില്ല. ഇന്ത്യൻ സിനിമ കണ്ട ആദ്യ സൂപ്പർ താരോദയം സംഭവിക്കുന്നതിന്റെ പശ്ചാത്തലം ഇതാണ്. കിഷോർ, രാജേഷ്, രാഹുൽ ദേവ് ത്രയം സംഗീതത്തിലൂടെയും അഭിനയത്തിലൂടെയും ചരിത്ര വിജയങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരുന്നു. കട്ടി പതങ്കിനും അമർ പ്രേമിനും ശേഷം പിന്നെയും എത്രയോ സിനിമകൾ. ഷെഹ്സാദ, അപ്നാ ദേശ്, മേരാ ജീവൻ സാഥി, ആപ്കി കസം, അജ്നബി, നമക് ഹറാം, മഹാചോർ, കർം, ഫിർ വഹി രാത്, ആഞ്ചൽ, കുദ്രത്, അശാന്തി, അഗർ തും ന ഹോത്തെ, ഹം ദോനോ, അലഗ് അലഗ്, ഇങ്ങനെ പോകുന്നു ഒരേ തരംഗ ദൈർഘ്യമുള്ള ഈ 3 പ്രതിഭാശാലികൾ ഒന്നിച്ചുകൂടി വിജയിപ്പിച്ച സംഗീത മുഹൂർത്തങ്ങൾ. सावन भादो फिर भी मेरा मन प्यासा, फिर भी मेरा मन प्यासा। मेरे नैना सावन भादो फिर भी मेरा मन प्यासा, फिर भी मेरा मन प्यासा। ऐ दिल दीवाने खेल है क्या जाने, दर्द भरा ये गीत कहाँ से इन होठों पे आए, दूर कहीं ले जाए। भूल गया क्या भूल के भी है मुझको याद
फिर भी मेरा मन प्यासा. ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.